കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റവും പരിചിതമുള്ള വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം, കർത്താവിന്റെ പ്രാർത്ഥന അല്ലേ. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങളെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ കർത്താവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. കാരണം അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം കർത്താവിനുണ്ടായിരുന്നു. നമ്മളെയും കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കാനാ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല് പ്രൈസ് ലോർഡ് ദൈവത്തെ അറിയും. പ്രൈസ് ലോർഡ് ദൈവം അവരെ അറിയും. സ്തോത്രം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അറിയത്തില്ലെങ്കിലും, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, സ്വർഗത്തിന് നിങ്ങളെ അറിയാം. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ അറിയാമോ? നമ്മൾ ഭയങ്കര പ്ലാനിങ്ങാ. ഇത്ര സമയം പ്രാർത്ഥിക്കണം, ഇന്ന ദിവസം പ്രാർത്ഥിക്കണം, ഇത്ര മണിക്ക് പ്രാർത്ഥിക്കണം. പക്ഷേ കർത്താവ് പറയുമ്പോൾ ഇഫ് യു പ്രേ എന്നല്ല പറഞ്ഞ, വെൻ യു പ്രേ എന്നാ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. രണ്ടും വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. ഒന്ന്, നമുക്ക് പ്രാർത്ഥന ഒരു സ്വഭാവമായി മാറണം. പ്രാർത്ഥിക്കുന്നത് ഒരു സ്വഭാവമായി മാറണം. നമ്മൾ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് അതിന് കണക്ക് ചോദിക്കാനൊന്നും വരത്തില്ല. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ലോർഡ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ലോർഡ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. കുഞ്ഞേ, നിനക്ക് നാളെ എന്തുവാ സംഭവിക്കുന്നതെന്ന്, നിന്റെ വീട്ടിൽ എന്തുവാ നടക്കാൻ പോകുന്നതെന്ന്, നിന്റെ ജോലി സ്ഥലത്ത് എന്തുവാ നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് നിശ്ചയമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുക, കുറഞ്ഞോ ഒന്ന് കഴിയുമ്പോൾ ഞാൻ എവിടെ വിട്ട് മാറ്റപ്പെട്ടു പോകും. പത്രോസെ, നിനക്ക് നിൽക്കണമെങ്കിൽ, ശിമോനെ നിനക്ക് നിൽക്കണമെങ്കിൽ, യോഹന്നാനെ നിനക്ക് നിൽക്കണമെങ്കിൽ, പ്രൈസ് ലോർഡ്, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ മടുപ്പില്ലാത്തവരായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരീക്ഷകൾ വരുമ്പോൾ അതിനെ അതിജീവിപ്പാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് തരും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. കണ്ടോ? കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റണം. പ്രാർത്ഥന ഒരു സ്വഭാവമാക്കി മാറ്റണം. നമ്മൾ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ പ്രാർത്ഥിക്കാം എന്ന് വെക്കരുത്. പ്രൈസ് ലോർഡ്. നമ്മൾ ആഹാരം കഴിക്കുന്നത് നാളത്തേക്കാക്കി മാറ്റി വെക്കാറില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ ആവശ്യങ്ങളൊന്നും നമ്മൾ നാളെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വെക്കാറില്ല. നമ്മൾ എപ്പോഴും എക്സ്ക്യൂസ് പറയുന്നത് എന്തിനാ? പ്രാർത്ഥനയ്ക്ക്. ഒരിക്കലും ചെയ്യരുത്. ദൈവനാമത്തിലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ചെയ്യരുത്. പ്രൈസ് ലോർഡ്. നമുക്കൊരു ബന്ധു വീട്ടിലോട്ട് പോകണം, നമ്മൾ എന്ത് ചിന്തിക്കുന്ന അറിയാമോ? ഞായറാഴ്ച പോവാം. കാര്യം എന്തുവാ? ഞായറാഴ്ച ആകുമ്പോൾ ജോലിക്കൊന്നും പോകണ്ട, അതുകൊണ്ട് ഞായറാഴ്ച കൊടുക്കുക. ഞായറാഴ്ച നിങ്ങൾ ഫ്രീ അല്ല പറയണം. ഞായറാഴ്ച ഞാൻ ഫ്രീ അല്ല. പ്രൈസ് ലോർഡ്. ഞാൻ ദൈവത്തെ ആരാധിക്കാനുള്ളതാ എനിക്ക്, അതുകൊണ്ട് ആ ദിവസം ഞാൻ മറ്റൊന്നും എടുക്കത്തില്ല. ദൈവത്തെ ആരാധിക്കുന്ന സമയം കഴിഞ്ഞുള്ള പരിപാടിയെ ഞാൻ ചെയ്യത്തുള്ളൂ. കാര്യം എന്തുവാ? അത് ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്. വെൻ യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിത് രാവിലെ വായിച്ച 5-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരുക്കി കാത്തിരിക്കും. കേട്ടോ? രാവിലത്തെ പ്രാർത്ഥന. ചിലർക്ക് പറയും, പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ഉണ്ട്. ചില വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ല. വലിയ വിഷമാ. പ്രൈസ് ലോർഡ്. വ്യക്തിപരമായ പ്രാർത്ഥന വിട്, അത് വേണം, ഇമ്പോർട്ടൻ്റാ. സന്ധ്യാപ്രാർത്ഥന പോലും മുടക്കി കളഞ്ഞേച്ച് വന്ന് കിടന്ന് ഉറങ്ങുക. നമ്മൾ എങ്ങനെയാ ദൈവമക്കളാകുന്നേ? പ്രാർത്ഥിക്കാത്തവൻ അവന്റെ ആത്മാവിന് എന്തുവാ കൊടുക്കുന്നേ? നിങ്ങൾ അകത്ത് മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് എങ്ങനെയാ? നല്ല ബിരിയാണി കഴിക്കുമ്പോഴാണോ? നല്ല ചിക്കൻ കറി കഴിക്കുമ്പോഴാണോ? അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാ, നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴാ, നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോഴാ, നമ്മൾ ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോഴാ നമ്മൾ അകത്ത മനുഷ്യൻ ബലപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. നിങ്ങൾ ചോദിക്കും, ഈ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിട്ട് എനിക്ക് എന്തുവാ പ്രയോജനം? കുഞ്ഞെ, നിന്റെ പുറത്തെ മനുഷ്യന് നിൽക്കണമെങ്കിൽ നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടണം. പ്രൈസ് ലോർഡ്. നീ ജോലിക്ക് പോകുന്ന ഇടത്ത് നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ നിന്നെ കൊണ്ട് നിൽക്കാൻ കഴിയണമെങ്കിൽ നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം. നിന്റെ ഭവനത്തിനകത്ത് ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ നീ അതിന് നേരെ നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അതിന് നിനക്ക് ജയിപ്പാൻ കഴിയണമെങ്കിൽ നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം. അകത്ത മനുഷ്യന് ബലമുണ്ടെങ്കിൽ പുറത്തെ മനുഷ്യൻ ബലത്തോടെ നിൽക്കും. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. പ്രാർത്ഥനയ്ക്ക് ഇന്ന സമയമൊന്നുമില്ല. എന്നാൽ ഒരു ചിട്ടയ സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലത് തന്നെ, അതിനകത്ത് തെറ്റൊന്നുമില്ല. ആരും നമ്മളോട് വന്നിട്ട് കണക്കൊന്നും ചോദിച്ചില്ല, ഇന്ന് ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചോന്ന്. പക്ഷെ ഞാനൊന്ന് ആത്മീയനൊരു കണക്കുണ്ട്. ഞാനിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ.
വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, രാവിലെ പ്രാർത്ഥിക്കുന്നത്. രണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. വായിച്ച് 42-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം, Psalms 42:8. സങ്കീർത്തനം 42:8. രാത്രിയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. I pray at night. രാവിലെ പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കും. കണ്ടോ, രാവിലെ പ്രാർത്ഥിക്കും, രാത്രിയും പ്രാർത്ഥിക്കും. ഇനി രാവിലെയും പ്രാർത്ഥിച്ചിട്ട് രാത്രിയും പ്രാർത്ഥിക്കണോ? രാവിലെയും കഴിച്ചിട്ട് വൈകുന്നേരം കഴിക്കത്തില്ലേ? രാവിലെ ആഹാരം കഴിച്ചതല്ലേ, രാത്രി പിന്നെ എന്തിനാ കഴിക്കുന്നത് നമ്മൾ പറയുമോ? ഇല്ല. വിശന്നിട്ട് വന്നാലും ബിരിയാണി കണ്ട പിന്നെയും കഴിക്കും. കൊതി തോന്നണം പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വന്നിരിക്കാനും പ്രാർത്ഥിപ്പാനും ഒരു ദൈവ പൈതലിന് ആത്മീയന് ഒരു കൊതി തോന്നണം. പ്രൈസ് ദി ലോർഡ്. ചില സമയത്തൊക്കെ മെനക്കെട്ടിരുന്നങ്ങ് പ്രാർത്ഥിക്കണം. വേറെ പണിയൊന്നുമില്ലെങ്കിൽ പറയണം, ഞാനിന്നങ്ങ് പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തോ നടക്കുന്നത്? നടക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിപ്പാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദാനിയേൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. 3 നേരം പ്രാർത്ഥിച്ചു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും യഹൂദന്മാർക്ക് ഒരു പ്രാർത്ഥനാ സമയം അവരിങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയം മുടക്കം കൂടാതെ ദാനിയേൽ സമയം പ്രാർത്ഥിക്കും. ഓരോ ദിവസവും, എല്ലാ ദിവസവും പ്രൈസ് ദി ലോർഡ് അവനെ സിംഹക്കുഴിയിൽ ഇടുമെന്ന് രാജാവ് കൽപ്പന എഴുതിയപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് പായിട്ടത്. പ്രൈസ് ദി ലോർഡ്. അതൊരു ദിനസ്വഭാവമായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. നമ്മൾ ഈ അണ്ടർ ദി മീറ്റിങ്ങുകളില്ലേ, വർഷാന്ത്യ മീറ്റിങ്ങുകൾ, ഭയങ്കര രസമാണ്. ഓരോരുത്തർ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ തീരുമാനമെടുത്തതായിരുന്നു, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയുള്ളൂ. ഞങ്ങളെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം തീരുമാനമെടുക്കുകയാണ്, ഞങ്ങളെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തും. കുഞ്ഞിന് തീരുമാനമെടുത്ത് നടത്തേണ്ട ഒന്നല്ല സന്ധ്യാപ്രാർത്ഥന. അണ്ടർ ദി മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് കുരിശു വരച്ചിട്ട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമല്ല നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. അത് നിനക്ക് ശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ശ്വസിക്കുന്നത് പോലെയാ അവന്റെ പ്രാർത്ഥനയാ. അകത്തെ മനുഷ്യൻ, നിന്റെ ആത്മീക മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ശ്വാസം വേണം. പുറത്തെ മനുഷ്യന് ശ്വാസം കിട്ടിയില്ലെങ്കിൽ അവന്റെ ജീവൻ നിലച്ചു പോകുന്നത് പോലെ അകത്തെ മനുഷ്യന് ബലത്തോടെ നിൽക്കണമെങ്കിൽ അവന് പ്രാർത്ഥന എന്ന ശ്വാസം കിട്ടിയേ തീരൂ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊന്ന് എക്സ്ക്യൂസ് പറയരുത്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എക്സ്ക്യൂസ് പറയരുത്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എക്സ്ക്യൂസ് പറയരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ചോന്ന് നിങ്ങളോട് ആരും ചോദിക്കേണ്ടി വരരുത്. കാരണം അത് ഞാനും സ്വർഗവുമായിട്ടുണ്ടാക്കുന്ന ഒരു വലിയ ബന്ധത്തിന്റെ അടിസ്ഥാനമാ. അതിന് മാറ്റമില്ല. അത് ഞാൻ മാറിപ്പോകത്തില്ല. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. വായിച്ച ഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 1:35. While it was still dark, Jesus rose up and went and prayed. അതിരാവിലെ നല്ല ഇരുട്ടുള്ളപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന കണ്ടോ? ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാ, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്ന് കർത്താവ് പറഞ്ഞോ? ഇല്ല. പ്രാർത്ഥന എൻ്റെ കർത്താവിൻ്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതെ ഇരുന്നിട്ടില്ല. കർത്താവ് നമ്മളോട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. താൻ ചെയ്യാത്ത കാര്യങ്ങളല്ല നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. താൻ അതിരാവിലെ ഇരുട്ടുള്ളപ്പോ, പ്രൈസ് ദി ലോർഡ്, അതിരാവിലെ ഇരുട്ടുള്ളപ്പോ, അത് 3 മണിയാകാം, അത് 4 മണിയാകാം, പ്രൈസ് ദി ലോർഡ്, 12 മണി കഴിഞ്ഞ് ഏത് സമയവും രാവിലെ സമയമാ. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ, ആരെങ്കിലും കൂട്ടുവരുമോ ഇല്ലയോ എന്നൊരു ചിന്തയൊന്നുമില്ല. ഇരുട്ടുള്ളപ്പോ പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സ്വഭാവമായി മാറും. അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിപ്പൻ, ഇടപെടാതെ സ്തോത്രം ചെയ്യുവൻ, എപ്പോഴും പ്രാർത്ഥിപ്പൻ. എപ്പോ പ്രാർത്ഥിക്കണം? രാവിലെയും പ്രാർത്ഥിക്കാം, വൈകുന്നേരവും പ്രാർത്ഥിക്കാം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രാർത്ഥിക്കാം, അതിരാവിലെ ഇരുട്ടുള്ളപ്പോഴും പ്രാർത്ഥിക്കാം, നേരം വെളുത്തതിന് ശേഷവും പ്രാർത്ഥിക്കാം, വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കാം, ഞായറാഴ്ചയും പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥന മുടക്കി കളയരുത്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ കർത്താവ് പറഞ്ഞേ. പ്രാർത്ഥിച്ചാൽ എന്നല്ല, പ്രാർത്ഥിക്കണമെന്നുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. ഒരു ദൈവ പൈതലാണ്, നിങ്ങൾ ഒരു ആത്മീയനാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥന ശീലമുണ്ടായിരിക്കണം. അറയിൽ കടന്ന്
മതിയാമാമ. അറയിൽ കടന്ന് വാതിൽ അടയ്ക്കണം. നമ്മൾ വാതിൽ അടയ്ക്കാറുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ വാതിൽ അടയ്ക്കുമോ? വീട്ടിൻ്റെ വാതിലൊക്കെ നമ്മൾ അടയ്ക്കും, അതെനിക്കും അറിയാം. കാരണം അടുക്കളയിലിരിക്കുന്ന സാധനം പട്ടി കൊണ്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ അടച്ചു വെച്ചേ നമ്മൾ ഇരിക്കത്തുള്ളൂ, എനിക്കറിയാം. കാരണം ഇത് കഴിയുമ്പോൾ കഴിക്കണ്ടേ, അതുകൊണ്ട് അടച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങളുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ടുള്ളതാണോ പ്രാർത്ഥന? നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലത്തെയും വിച്ഛേദിച്ചിപ്പോ. ഇന്നത്തെ പ്രാർത്ഥനയൊന്നും പ്രാണ്ട. പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണ് മുഴുവനും മൊബൈലില്ല. എപ്പോഴാ കോൾ വരുന്നത്, എപ്പോഴാ മെസ്സേജ്, എങ്ങാനും ഒരു ടിങ് എന്ന് സൗണ്ട് വന്ന എത്ര വലിയ ശക്തമായ പ്രാർത്ഥനയും അവിടെ നിർത്തിയിട്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് നോക്കുക. You need to disconnect from the world. നിങ്ങൾ ആത്മമണ്ഡലവുമായി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലോകവുമായി ഡിസ്കണക്ട് ചെയ്യണം. നിങ്ങൾ ആത്മമണ്ഡലവുമായി പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ മണ്ഡലവുമായി പ്ലഗ് ഔട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടത്തെ ബന്ധം വിച്ഛേദിക്കാതെ, പരിപൂർണമായി ഇവിടത്തെ ബന്ധം വിച്ഛേദിക്കാതെ നിങ്ങൾക്ക് ഉയരത്തിലെ ബന്ധത്തെ ഉറപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അകത്ത് കിടന്ന് വാതിലടച്ച് അകത്ത് കിടക്കണം. പ്രൈസ് ദി ലോർഡ്. വാതിലടച്ച് അകത്ത് കിടക്കണം. നോക്കിയേ, മോശയും അഹരോനുമെതിരെ ഇസ്രായേൽ ജനം എഴുന്നേറ്റ്, മൂപ്പന്മാരും അവിടുത്തെ പ്രായമുള്ളവരൊക്കെ എഴുന്നേറ്റ് ഇവർക്കെതിരെ കുറ്റം പറയാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. കുറ്റം പറയാനായിട്ട് തുടങ്ങി. 2-3 സാഹചര്യങ്ങളുണ്ട്. അതിലൊരു ഭാഗത്ത് ഇസ്രായേലിലെ പ്രായമുള്ളവർ, പ്രമാണിമാര്, അവരെഴുന്നേറ്റിട്ട് പറഞ്ഞു, മോശയോട് മാത്രമൊന്നുമല്ല ദൈവം സംസാരിക്കുന്നത്, ഞങ്ങളോടും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. മോശയോട് മാത്രമൊന്നുമല്ല ദൈവം ഇടപെടുന്നത്, ഞങ്ങളോട് ഇടപെടും. അതുകൊണ്ട് ഇതിന് വലിയ കാര്യമൊന്നുമല്ല മോശ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മേലെ അധികാരമൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് പറയും? എനിക്ക് 2 കാര്യം പറയാനുണ്ട്. നിങ്ങളെ പോലെയല്ല, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുന്ന പുള്ളിയാ, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ സീനായി പർവ്വതത്തിൽ കയറിയിട്ടുണ്ട്, ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ പലക എഴുതി തന്നത്, നിങ്ങളിപ്പോ കൊണ്ടു നടക്കുന്ന പ്രമാണമില്ലേ, അത് ഞാനാ എഴുതി മേടിച്ചത് എന്നൊക്കെ പറഞ്ഞു നിൽക്കാനായിട്ട് നമ്മൾ സമയമെടുക്കുമായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുക, അവരങ്ങനെ പറഞ്ഞു കേട്ട മാത്രയിൽ മോശ മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ വീട്ടിനകത്തോട്ട് കയറി, അവന്റെ കൂടാരത്തിനകത്തോട്ട് കയറി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പ്രൈസ് ദി ലോർഡ്, അവൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, അവൻ ആത്മാവിൽ ആരാധിക്കുന്നവനായതുകൊണ്ട്, അവൻ ദൈവത്തോട് ഇടപെടുന്നത് കൊണ്ട്, അവൻ മനുഷ്യരോട് സംവാദിക്കാത്തത് കൊണ്ട്, അവൻ മനുഷ്യരോട് മറുപടി പറയാത്തത് കൊണ്ട്, അവൻ കൂടാരത്തിനകത്ത് കയറി അവന്റെ വലിച്ചിട്ടേച്ച് അതിൽ മുഴങ്കാൽ മുടക്കി ദൈവത്തോട് പറഞ്ഞു കാണും, കർത്താവേ, എനിക്ക് ഇവരോട് പ്രതിവാദിപ്പാനൊന്നുമില്ല, എനിക്ക് നേരെ വിരൽ ചൂണ്ടിയവരോട്, എനിക്ക് നേരെ കുറ്റം പറഞ്ഞവരോട്, എന്നോട് മുഖം ചുളിച്ചവരോട് എനിക്ക് മറുപടി ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ സ്വർഗത്തോടെല്ലാം പങ്കുവെക്കുക. ബന്ധം വിച്ഛേദിക്കുക. ലോകവുമായിട്ടുള്ള കണക്ഷനെ വിട്ടിട്ട് വേണം പ്രാർത്ഥനയ്ക്കിരിക്കാൻ. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും ചിന്തിച്ച് ഒരു പ്രോജക്റ്റ് മുഴുവനും അവിടെ നിന്ന് എഴുതി തീർത്ത്, പ്രൈസ് ദി ലോർഡ്, ഓഫീസിൽ പോയിട്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ള വൈകുന്നേരം വരെയുള്ള ഡ്യൂട്ടി ഇവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കും. എപ്പോഴാണ് ചിന്തിക്കുന്നത് അറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടിയും അതിന് കൊടുക്കേണ്ട മറുപടിയും കൂടെ ഈ പ്രാർത്ഥന സമയത്ത് ഇരുന്നങ്ങ് ചിന്തിക്കുക. എവിടെയാ ഡിസ്കണക്റ്റ് ആയേ? നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കുന്നേ? നമ്മൾ ഈ പ്രാർത്ഥിച്ച് പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കറിയാം നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നമ്മൾ പറഞ്ഞ് വെറുതെ ഇരുന്നാൽ മതി, പ്രാർത്ഥന അങ്ങ് വന്നോളും. കാര്യം എന്തുവാ? ഇത് കുറെ കാലം കൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി എവിടെ പോയി? നാട് മുഴുവനൊക്കെ ഒന്ന് കറങ്ങി, ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ട്, പണ്ട് ആള് പറഞ്ഞ കാര്യത്തിന് മറുപടിയൊക്കെ ഒപ്പിച്ചേച്ച്, അല്ലെങ്കിൽ ഇന്ന് കൊടുക്കേണ്ട മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചു കൂട്ടി കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞ് ആമയും പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോകും. കർത്താവ് ചോദിക്കും, നീ ആരോട് എത്ര നേരം സംസാരിച്ചേ? നീ എന്നോടൊന്നും പറഞ്ഞില്ല. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചതാ, നീ എന്തുവാ ഈ പ്രാർത്ഥിച്ചേ? അധരജൽപ്പനം കണ്ടോ? നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വായും ഒരുപോലെ വരണം. നിങ്ങൾ
പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ചിന്തയെ കടിഞ്ഞാണിട്ടുകൊണ്ട് അതിനെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് അതിന്റെ കീഴെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങൾ പറയുന്ന വാക്കുകളും ഒരുപോലെ അത് അനുരൂപമായി മാറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവൻ യേശു കർത്താവ് പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്ത് കയറി വാതിലടയ്ക്കണം. Shut your door, shut your door, shut the door that distracts you, shut the door that pull you out, shut the door that will distract your mind. നിങ്ങളുടെ മനസ്സിനെ വലിച്ചു മുറയ്ക്കുന്ന, നിങ്ങളുടെ ചിന്തകളെ ആകർഷിക്കുന്ന, നിങ്ങളുടെ അലോസരമായി പല ചിന്തകൾ കൊണ്ടിടുന്ന ഈ ലോകത്തിന്റെ ഡോറുകളെ, വാതിലുകളെ എല്ലാം നിങ്ങൾ അടച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മറ്റു കാര്യാദികളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പകരം ഇതിനെ കുറിച്ചാണ്. ഞാനും ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണോ ഞാൻ ഇരിക്കുന്നത്? ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കേണ്ട വണ്ണമാണോ സംസാരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കേണ്ട വണ്ണം എനിക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? അതോ എൻ്റെ ചിന്തകൾ എന്നെ വലിച്ചു കൊണ്ടുപോവുകയാണോ? അതോ പലവിധമായ ആലോചനകൾ എന്നെ ഞെരുക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിച്ചോളണം, പ്രാർത്ഥന ഉയരത്തിലോട്ട് പോകുന്നില്ല, അത് വെറും അധരജൽപ്പനമാണ്. ചിലതിനോടൊക്കെ നമ്മൾ നോ പറയാൻ പഠിക്കണം. നമുക്കറിയത്തില്ല, നമ്മൾ എന്തെന്നറിയാമോ? അവരെന്ത് ചിന്തിക്കും? പിശാചിനറിയാം നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഒന്നിലൊരു ഫോൺ കോൾ വരിക, അതല്ലെങ്കിൽ ആരെങ്കിലും കയറി വരിക, വാതിക്കലൊരു മുട്ട് കേൾക്കുക, ആരെങ്കിലും വിളിച്ചേറ്റ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, അവർ വന്നിട്ട് പോട്ടെ. ഈ വന്നവർ പ്രാർത്ഥനയും അടുത്ത പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞേച്ചേ പോകത്തുള്ളൂ. അപ്പം എന്തുവാ സംഭവിക്കുന്നത്? പ്രാർത്ഥനയുടെ സമയം പിശാച് എന്ത് ചെയ്തു? അപഹരിച്ചു. ചില സമയത്തൊക്കെ നമ്മൾ പറയണം, ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയമാ, ഇത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയമാ, ഇത് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന സമയമാ, ഇത് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന സമയമാ, ഇതെനിക്ക് ദൈവത്തോട് പറയേണ്ട സമയമാ, അതുകൊണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വന്നിരുന്നോളണം. അതിന് മുടക്കം വരുത്തരുത്. അത് നിങ്ങളുടെ ബലമാ, അത് നിങ്ങളുടെ ശക്തിയാ, അത് നിങ്ങളെ പണിയാനുള്ളതാ, അത് നിങ്ങൾ ദൈവത്തെ പണിയപ്പെടുന്ന സമയമാ. അതിനൊരിക്കലും മാറ്റിവെപ്പാനായിട്ട് നിങ്ങൾ അവസരം കൊടുക്കരുത്. ലോകവുമായിട്ടുള്ള സകല ബന്ധങ്ങളും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, നിങ്ങളെ വിച്ഛേദിച്ച് കളയുന്ന സകല ബന്ധങ്ങളെയും സകല കോണ്ടാക്റ്റുകളെയും മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ദൈവത്തോട് സംസാരിപ്പാൻ. യേശു കർത്താവ് പറയുക, നിങ്ങൾ വാതിലടച്ച് അകത്ത് കടന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ശ്രദ്ധിച്ചോളണം. പ്രാർത്ഥിക്കുന്നയാള് ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോടാ. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പ്രൈസ് ദി ലോർഡ് അവൻ നിങ്ങൾക്ക് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയമുണ്ടെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ എൻ്റെ തലമുറയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ എൻ്റെ സമ്പത്തിനായി ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇതെന്താ യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയ്ക്കുള്ള മറുപടി? ഒരു വാക്യം വേഗത്തിൽ വായിച്ചേ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പ്രൈസ് ദി ലോർഡ് അവരെ പരസ്യമായ കാഴ്ചയാക്കി. ശത്രുവിന്റെ ബന്ധനങ്ങളെ, രോഗത്തിന്റെ ബന്ധനങ്ങളെ, പിശാചിനെ, അവന്റെ അധികാരത്തെ ഒക്കെ ആയുധവർഗം വയ്പ്പിച്ചിട്ട് ക്രൂശിൽ പ്രൈസ് ദി ലോർഡ് അവരെ പരസ്യമായ കാഴ്ചയാക്കി കളഞ്ഞിട്ട് ജയോത്സവം കൊണ്ടാടിയ കർത്താവ് യേശു കർത്താവ്. അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനം അഴിയും, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭയം മാറിപ്പോകും, അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ ബന്ധനമായാലും, എത്ര കാലപ്പഴക്കമുള്ളതായാലും, എത്ര വർഷമുള്ളതായാലും ആ ബന്ധനത്തിന്റെ കെട്ടഴിയും. കാരണം പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സകല
അധികാരങ്ങളെയും പിശാചിനെയും അവന്റെ ബന്ധനങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചിട്ട് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ നാണക്കേടാക്കി, ലജ്ജയാക്കി, മാനക്കേടാക്കി നിർത്തിക്കൊണ്ട് കർത്താവ് പറയുക, സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്ത് ചോദിച്ചാലും സ്വർഗ്ഗത്തിൽ അത് റിലീസാകുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് മുഴങ്കാൽ മടക്കി ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയുക, പിതാവായ ദൈവത്തോട് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. പിതാവായ ദൈവത്തോട് യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. അത് പ്രാർത്ഥിപ്പാൻ നമ്മൾ എന്ത് ചെയ്യരുത്? മടി കാണിക്കരുത്, മറന്നു പോകരുത്.